സല്യൂട്ട് സ്നേഹിതരെ. ഒരു മാസം ആയിട്ടില്ല ഡൽഹിയിൽ ഒരു പ്രത്യേക വിചിത്രമായ ഒരു സംഘടനയുടെ രൂപാന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ എല്ലാവരും. കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP എന്ന ഒരു ഹാസ്യ രൂപേണ തുടങ്ങിയ ഒരു സംഘടനയാണ്. സ്വയം യുവാക്കളുടെ സംഘടന എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിപ്പോ അങ്ങനെയൊന്നും അല്ല എന്ന് നമുക്ക് മനസ്സിലായി. CJP എന്താണ്, ആരാണ് തുടങ്ങിയത്, ഇതൊക്കെ നമുക്ക് അറിയാം, പത്രങ്ങളിലൂടെ വായിച്ചിട്ടുണ്ട്. ഈയിടെ ജന്തർ മന്തറിൽ നടത്തിയ ഒരു പ്രകടനം നമ്മളൊക്കെ ടിവിയിലൂടെ കണ്ടതുമാണ്. എങ്കിലും ഒരു ചെറിയ പശ്ചാത്തലം പെട്ടെന്ന് പറയാം. കുറച്ച് RTI ആക്ടിവിസ്റ്റുകളും സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റുകളും കൂടെ ചേർന്ന് കുറച്ച് നാളായിട്ട് ഒരു പ്രചാരണം നടത്തുന്നുണ്ടായിരുന്നു. ഡൽഹിയിലെ കോടതികളിൽ, പ്രത്യേകിച്ച് ഡൽഹി ഹൈക്കോടതിയിൽ കേസുകൾ വാദിക്കുന്നത് വ്യാജ ഡിഗ്രി ഉള്ള ലോയർമാരാണ്. അതുകൊണ്ട് അവർക്കെതിരെ ഒരു അന്വേഷണം വേണം എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇതിനാരും ഒരു പ്രാധാന്യവും നൽകാത്തത് കൊണ്ട് അതിങ്ങനെ കുറച്ചു നാൾ അവരിങ്ങനെ പറഞ്ഞു. അവസാനം അവരൊരു റിട്ട് ഹർജി കൊണ്ട് സുപ്രീം കോടതി ഫയൽ ചെയ്തു. എന്നിട്ട് പറഞ്ഞു, സുപ്രീം കോടതി നേരിട്ട് ഇടപെട്ട് CBIയെ കൊണ്ട് ഈ വ്യാജ ഡിഗ്രി വെച്ച് പ്രാക്ടീസ് ചെയ്യുന്ന എല്ലാ വക്കീലന്മാർക്കെതിരെയും കേസെടുത്ത് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞിട്ടായിരുന്നു ഒരു പരാതി കൊടുത്തത്. അതിന്റെ പശ്ചാത്തലം നോക്കുകയാണെങ്കിൽ വേറെയും കുറെ കഥകളുണ്ട്. പക്ഷെ റിട്ട് ഹർജി ചുരുക്കത്തിൽ ഇതാണ്. ഇത് ഒരു ഡിവിഷൻ ബെഞ്ചാണ് പരിഗണിച്ചത്. നമ്മുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സൂര്യകാന്തിയും ഇതിനകത്ത് ഒരു അംഗമായിരുന്നു. വാദമൊക്കെ കഴിഞ്ഞ് ആ കേസെ തള്ളിക്കളയുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹം അനൗദ്യോഗികമായിട്ട് രേഖയിലൊന്നും വരാത്ത പോലെ ഒരു കാര്യം കോടതിയിൽ പറഞ്ഞു. നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെ വിദ്യാഭ്യാസം കിട്ടിയിട്ടും ഒരു ജോലിയും കിട്ടാതെ നിൽക്കുന്ന ചില യുവാക്കള് പാരസൈസിനെ പോലെ, കോക്രോച്ചിനെ പോലെ ആണ്. അവര് ചുമ്മാ സോഷ്യൽ മീഡിയ വഴിയും RTI ആക്ടിവിസ്റ്റ് ആണെന്ന് പറഞ്ഞും ഒക്കെ കുറെ വ്യാജ പ്രചരണങ്ങളൊക്കെ നടത്തി ആളുകളെ ബുദ്ധിമുട്ടിക്കലാണ് അവരുടെ പരിപാടി. ഈ പരാതിക്കകത്ത് യാതൊരു സത്യവും ഇല്ല എന്നുള്ള മട്ടിൽ അദ്ദേഹം പറഞ്ഞു. യുവാക്കൾക്കെതിരെ അദ്ദേഹം അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരു വലിയ പ്രക്ഷോഭം ഉണ്ടായി. മെയ് 15-ാം തീയതി ആയിരുന്നു അദ്ദേഹം അത് പറഞ്ഞത്. 16-ാം തീയതി തന്നെ ഒരു യുവാവ്, അഭിജിത്ത് ദീപ്കെ എന്ന് പറയുന്ന പഴയ ആം ആദ്മി പാർട്ടിയുടെ ഒരു പ്രവർത്തകനായിരുന്ന ഒരു പയ്യൻ, 30 വയസ്സ് പ്രായം, അയാളിപ്പോ ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമേരിക്കയിൽ വെച്ചുകൊണ്ട് അയാൾ കുറെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും കുറച്ച് സോഫ്റ്റ്വെയറും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു മൂവ്മെന്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഒരു ശ്രമം നടത്തി. അദ്ദേഹം അത് ഓൺലൈനിലൂടെ പബ്ലിഷ് ചെയ്തു. അത് എക്സിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും ഒക്കെ കുറച്ച് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കോക്രോച്ച് ജനതാ പാർട്ടി എന്നുള്ള ഒരു പേരില്, പാർട്ടി എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയ പാർട്ടി അല്ല, പക്ഷെ ഒരു കൂട്ടായ്മ എന്നുള്ള മട്ടില് അതിനൊരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് തുടങ്ങിയ കാര്യം, ഇദ്ദേഹത്തിന് JNU പഠിക്കുമ്പോൾ തൊട്ടുണ്ടായിരുന്ന കുറച്ച് ഫ്രണ്ട്ഷിപ്പുകളും ഒക്കെ വെച്ചിട്ട് ഇതിന് വലിയ പബ്ലിസിറ്റി കിട്ടുകയും അതങ്ങോട്ട് ഏറ്റുപിടിച്ചുകൊണ്ട് പല ആളുകളും ഇതില് മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്ത് അങ്ങനെ ഏകദേശം ഒരു 2-3 ആഴ്ച ആയപ്പോഴേക്കും തന്നെ 22 മില്യൺ ആളുകള് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോവേഴ്സ് ആയിട്ടും 8 ലക്ഷത്തിൽ പരം ആളുകള് ഓൺലൈനിൽ കൂടെ ഇതിൽ മെമ്പർഷിപ്പ് എടുത്തും ഒക്കെ ഒരു വലിയ ഹൈപ്പ് സൃഷ്ടിച്ചുകൊണ്ട് പാറ്റകളുടെ മുഖംമൂടിയും വെച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മീംസും ഒക്കെ ഇറക്കിക്കൊണ്ട് കളിയാക്കുന്ന പോലെ. എന്തുകൊണ്ടാണ് അതിനെ CJP എന്നൊരു പേര് തന്നെ തിരഞ്ഞെടുത്തത്? അത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ബദലായിട്ട് ഞങ്ങളുടെ ജെൻസി യുവാക്കളുടെ പ്രതിഷേധം എന്ന് പറയുന്ന പോലെയാണ് അവർ അതിന് ചേരുന്ന പോലെ CJP എന്നുള്ള ഒരു പേര് തന്നെ കൊടുത്തത്. എന്നിട്ട് അതിനൊരു കളേഴ്സ് കൊടുത്തിരിക്കുന്നതും ആ ഭാരതീയ ജനതാ പാർട്ടിയുടെ കളർ തന്നെയാണ്. കുങ്കുമ കളറും പച്ച കളറും കൂടെ ചേർന്ന ഒരു വരയൊക്കെ ആയിട്ട് അതിനകത്ത് കോക്രോച്ചിന്റെ തലയും ഒക്കെ ആയിട്ട് അവരുടെ എംബ്ലം ഒക്കെ വരയ്ക്കുകയൊക്കെ ചെയ്ത് ഇയാൾ കുറെ വലിയ വീഡിയോസ് ഒക്കെ ഇറക്കി പറഞ്ഞു, ഇങ്ങനെ ഞങ്ങള് ജെൻസി ആക്ടിവേറ്റഡ് ആവുകയാണ് എന്നൊക്കെ പറഞ്ഞു. അതിനെക്കുറിച്ച് കുറച്ചൊക്കെ അന്വേഷണമൊക്കെ നടത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഭാരതത്തിൽ നിന്നുള്ള ആൾക്കാർ വളരെ കുറവാണ് അതിനകത്ത് ചേർന്നിരിക്കുന്നത്. മെമ്പർഷിപ്പ് എടുത്തിരിക്കുന്നവരും ഇൻസ്റ്റയിലൂടെ ഫോളോ ചെയ്തിരിക്കുന്നവരും ഒക്കെ കുറച്ച് ശതമാനം, 14-15% ആൾക്കാരേ ഉള്ളൂ. ബാക്കി എല്ലാവരും പൊതുവെ പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും, ആഫ്രിക്കൻ, ലാറ്റിൻ അമേരിക്കൻ സ്ഥലങ്ങളിൽ നിന്നും, അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നും, UK നിന്നും ഒക്കെയുള്ള മറ്റ് ആൾക്കാരും ഒക്കെ ചേർന്നിട്ടാണ് ഇത്രയധികം നമ്പർ കാണിച്ചത്. പക്ഷെ വലിയ ഒരു ആൾക്കൂട്ടത്തെ ആകർഷിക്കാൻ പെട്ടെന്ന് അയാൾക്ക് സാധിച്ചു. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ നെഗറ്റിവിറ്റിക്ക് വളരെയധികം ഒരു ആകർഷണം ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പണ്ട് TV ഒക്കെ വളരെ നല്ല രീതിയിൽ ഗൃഹങ്ങളിലൊക്കെ വന്നിരുന്ന സമയം, 1990കളും ഒക്കെ അവസാനമൊക്കെ ആയ സമയത്ത് ഓണിഡ എന്ന് പറഞ്ഞൊരു കമ്പനി പുതിയ ഒരു TV ഇറക്കിയപ്പോൾ
അവരുടെ ആശയത്തില് നെഗറ്റീവ് പബ്ലിസിറ്റി കൊടുത്തുകൊണ്ട് ആ ടി വി കുറെ വിറ്റഴിക്കാം എന്നുള്ള കാര്യത്തിൽ ഒരു ഡെവിളിനെ ആണ് അവരുടെ ഐക്കണായിട്ട് അവർ പ്രസന്റ് ചെയ്തത്. 2 കൊമ്പും വെച്ച ഒരു ഡെവിളാണ് ഒണിഡ ടി വിയെ കുറിച്ച് പറഞ്ഞത്. പറയുന്നതെല്ലാം മോശം, അതായത് അടിച്ചു പൊട്ടിക്കുക, നെയ്ബേഴ്സ് എൻവി ആണ്, അതുകൊണ്ട് ഒണിഡ ടി വി ഉള്ള വീടുകളിലൊക്കെ ടി വി തകർക്കപ്പെടും, അടിച്ചു പൊട്ടിക്കപ്പെടും, അതുകൊണ്ട് സൂക്ഷിക്കുക എന്നൊക്കെയുള്ള രീതിയിൽ അത് പ്രചാരണം നടത്തി. പക്ഷെ ഒരുപാട് സെയിൽസ് ആ സമയം ഉണ്ടായിരുന്നു. പിന്നീട് ഈ കമ്പനി അടച്ചുപൂട്ടി പോയി. ഈ നെഗറ്റിവിറ്റി എന്ന് പറയുന്നത് ഈ ചില ആൾക്കാർക്ക് വളരെയധികം ഇഷ്ടമാണ്, പ്രത്യേകിച്ചും ഈ റീൽസ് ചെയ്യുന്നവർ, ഇപ്പോഴത്തെ പുതിയ സോഷ്യൽ മീഡിയ ആൾക്കാർക്കും യൂട്യൂബേഴ്സ് ചിലർക്ക്. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഗോസിപ്പുള്ള അല്ലെങ്കിൽ കുറച്ച് നെഗറ്റിവിറ്റി ഉള്ള ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് പേരത് കാണും. ദിലീപിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതിനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉണ്ടായിരുന്നത്. ഇപ്പോഴും ആളുകൾ അത് കാണുന്നുണ്ട്. പക്ഷെ ഞാൻ വളരെ നല്ല രീതിയിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിന് ആൾക്കാർ വളരെ കുറവാണ്. കഴിഞ്ഞ വീഡിയോ ഞാൻ പരിസ്ഥിതിയെ കുറിച്ച് പറഞ്ഞത് അധികം ആൾക്കാരും കണ്ടിട്ടില്ല. കാരണം ഇവർക്കൊന്നും താല്പര്യമില്ല. ജനങ്ങൾക്ക് പൊതുവെ താല്പര്യം ഗോസിപ്പ്, ലീസ്, എന്തെങ്കിലും താരങ്ങളുടെ അഴിമതി അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും അവിഹിതം, എന്തെങ്കിലും വലിയ തോതിലുള്ള രാഷ്ട്രീയ കുഴപ്പങ്ങൾ, അതിനെയൊക്കെ കുറിച്ച് സംസാരിക്കുന്നത് എല്ലാവർക്കും കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അതൊക്കെ കൊണ്ടാണ് ചില ചാനലുകൾ പെട്ടെന്ന് ടപ്പെന്ന് കയറി പോകുന്നത്. ഗോസിപ്സില് അല്ലെങ്കിൽ എന്തെങ്കിലും കഥകൾ സൃഷ്ടിച്ച് ഉണ്ടാക്കിയെടുത്ത് അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരു വാർത്ത പൊതുവെ എല്ലാവർക്കും കാണാൻ ഇഷ്ടമാണ്. നെഗറ്റിവിറ്റി ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അല്ല, പാറ്റയെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടാവുമോ ലോകത്ത്? പാറ്റയെ ഒരു പെറ്റായിട്ട് വളർത്തി ഭക്ഷണമൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ പാറ്റയെ പരിപോഷിപ്പിക്കുന്ന, പാറ്റകളെ സംരക്ഷിക്കണം, അവർ പ്രകൃതിയുടെ ഏറ്റവും വലിയ സന്ദേശവാഹകരാണ്, നമ്മുടെ പ്രകൃതിയിൽ പാറ്റകൾക്ക് അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട് എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന ആരെങ്കിലും നിങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടുണ്ടോ? ഒരു പാറ്റ നമ്മുടെ വീട്ടിൽ കയറിയാൽ പോലും നമ്മൾ അതിനെ തുരത്താനല്ലേ ശ്രമിക്കുകയുള്ളൂ. പാറ്റ എന്ന് പറയുന്നത് ഒരു പെസ്റ്റ് ആണ്. പെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടാത്ത ഒരു കാര്യം, ശല്യപ്പെടുത്തുന്ന ഒരു കാര്യം. അതുപോലെയുള്ള പാറ്റകളുടെ പേരിൽ അവരുടെ വേഷവും ഇട്ട് കൊണ്ടുവന്ന് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന രൂപീകരിക്കുമ്പോൾ അതിന് ഇത്രയധികം ആളുകള്, യുവാക്കള് അതിന്റെ പുറകെ പോകുന്നതിന്റെ ഉദ്ദേശം ഈ നെഗറ്റിവിറ്റി കണ്ട് എന്തെങ്കിലും ഇതിനകത്ത് ഉണ്ട് എന്ന് വിചാരിച്ച് പോകുന്നവരായിരിക്കും. അല്ലെങ്കിൽ ആരംഭ ശൂരത്വം എന്ന് കരുതുന്നത് പോലെ പണ്ട് അണ്ണാ ഹസാരെ ഒരു വലിയ പ്രക്ഷോഭവുമായിട്ട് വന്നല്ലോ അഴിമതിക്കെതിരെ. അപ്പൊ അതിന്റെ പുറകെ വലിയൊരു പിന്തുണ വന്നിട്ട് അതാണല്ലോ പിന്നെ ആപ്പ് പാർട്ടിയായിട്ട് മാറിയത്. അതിന്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പൊ ഇത് ചെയ്തതെന്നും എനിക്കറിയില്ല. പക്ഷെ അന്ന് ആപ്പ് പാർട്ടി രൂപീകരിച്ചതിന് ശേഷം അതൊരു വലിയ അഴിമതി കാണിക്കുന്ന പാർട്ടിയായിട്ട് മാറുകയും അതിപ്പോ നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. പക്ഷെ അതുപോലാണോ തുടക്കം എന്നും അറിയില്ല. ഇത് എത്ര നാളത്തേക്ക് ഇതിന് ആയുസ്സുണ്ടെന്നും അറിയില്ല. എന്തായാലും ഈ പാറ്റകൾ എല്ലാരും കൂടെ ചേർന്ന് നമ്മുടെ രാജ്യത്ത് കുറച്ചധികം നാടകങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ കോക്രോച്ച് ജനതാ പാർട്ടി പാവപ്പെട്ട ജനങ്ങൾക്ക് അരി വിതരണം ചെയ്യുന്ന, ഭക്ഷണ സാമഗ്രികൾ വിതരണം ചെയ്യുന്ന വീഡിയോ ഇടുന്നു. പാവപ്പെട്ട കുട്ടികൾക്ക് വേണ്ടി ലാപ്ടോപ്പും മൊബൈൽ ഫോണും കൊടുക്കുന്ന വീഡിയോ ഇടുന്നു. ഞങ്ങളുടെ പാർട്ടിയിൽ ചേരുക, ഞങ്ങൾ ഇതൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറയുന്നു. ഇതുവരെയും രാഷ്ട്രീയ പാർട്ടി എന്നുള്ള രീതിയിൽ അവർ വന്നില്ലെങ്കിൽ പോലും ചില രാഷ്ട്രീയ പ്രസ്താവനകൾ, ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഇതാണ് എന്ന് പറയുന്നു. ഈ പാർട്ടിയിൽ ചേരണമെങ്കിൽ 4-5 കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തേത്, നിങ്ങൾ അൺഎംപ്ലോയിഡ് ആയിരിക്കണം, ഒരു ജോലിയും കൂലിയും ഇല്ലാത്തവരായിരിക്കണം. രണ്ടാമത്തേത്, നിങ്ങൾ മഹാ അലസരായിരിക്കണം. മൂന്നാമത്തേത്, നിങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ മിനിമം 11 മണിക്കൂറെങ്കിലും ചെലവഴിക്കുന്ന വ്യക്തിയായിരിക്കണം. നാലാമത്തെ, നിങ്ങൾ ചുമ്മാ ബബ ബബ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം, റാൻറ്റിങ് എന്നാണ് പറയുന്നത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് റാൻഡ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികൾ. അത് 4 നെഗറ്റീവ് കാര്യങ്ങളാണ്. ഇവർക്ക് ഇതുപോലെയുള്ള ഒരു പാർട്ടി ഉണ്ടാക്കാനും അതിന് യാത്ര ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനും, ജന്തർ മന്തറിൽ വെച്ചിട്ടും പിന്നീട് ഇപ്പോ പൂനായില്, ബാംഗ്ലൂര്, ലക്നൗ, ചണ്ഡീഗഡ്, ജലന്ധർ എന്നൊക്കെ പറയുന്ന സ്ഥലങ്ങളിലൊക്കെ അവരിങ്ങനെ പ്രകടനം നടത്താൻ പോവുകയാണ് എന്ന് പറയുന്നു. അപ്പൊ അതിനൊക്കെയുള്ള കാശ് ആരാണ് കൊടുക്കുന്നത്? എവിടെ നിന്നാണ് ഈ ജോലിയും കൂലിയും ഇല്ലാത്തവർക്ക് ഇത്രയും പൈസ കിട്ടുന്നത് എന്നൊക്കെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇത്രയധികം പബ്ലിസിറ്റി കൊടുക്കാനും അതിനൊരു ബൂസ്റ്റ് കൊടുക്കാനും, എന്തായാലും ബൂസ്റ്റ് കൊടുക്കാതെ ഇത്രയധികം ആൾക്കാരൊന്നും ജോയിൻ ചെയ്യാൻ പോകുന്നില്ല. അപ്പൊ അത് തീർച്ചയായിട്ടും അതിന് ഫൈനാൻഷ്യൽ ആയിട്ട് കാശ് കൊടുത്തുകൊണ്ട് തന്നെ ആയിരിക്കണം ബൂസ്റ്റ് ചെയ്യുന്നത്. ഒരു വീഡിയോ ബൂസ്റ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നതിന് നല്ലതുപോലെ പൈസ ചെലവുണ്ട്. അപ്പൊ അതുപോലെ പൈസ ചെലവാക്കിയിട്ട് തന്നെ ആയിരിക്കണം അവർ ഈ ഇത്രയും പബ്ലിസിറ്റി ഒരു വീഡിയോയ്ക്ക് ഉണ്ടാക്കി എടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും IB യും R&AW ഒക്കെ അന്വേഷിക്കുന്നുണ്ടാവും ഇവർക്ക് എവിടെ നിന്നാണ് കാശ് കിട്ടുന്നത്
എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടാവും. അതൊക്കെ വഴിയെ നടക്കട്ടെ. പക്ഷെ ഇപ്പൊ തൽക്കാലം സർക്കാർ ഒന്നും ചെയ്യുന്നില്ല. ജന്തർ മന്ദറിൽ പ്രതിഷേധിക്കുന്ന കാര്യം നേരത്തെ അറിയിച്ചെങ്കിലും പോലീസിന്റെ അനുവാദത്തിന് വേണ്ടി കത്ത് കൊടുത്തിരുന്നില്ല. തലേ ദിവസമാണ് കത്ത് കൊടുത്തത്. അനുവാദം തന്നില്ലെങ്കിൽ അതിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിഷേധിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അവസാനം അനുവാദം കിട്ടി. 12 ലക്ഷത്തോളം ആളുകൾ ഇവിടെ കൂടും, ജനജീവിതം സ്തംഭിക്കും, ഡൽഹി മുഴുവനും കോക്രോച്ചുകളാൽ നിറയും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായില്ല. ഏകദേശം ഒരു 800 ആൾക്കാരാണ് കഷ്ടിച്ച് വന്നത്. കുറെ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു, ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്ന് റീൽസ് എടുക്കാൻ വന്നവരുണ്ടായിരുന്നു, പിന്നെ അത് കാണാൻ വേണ്ടി വന്ന ആൾക്കാരുണ്ടായിരുന്നു. എന്താണ് ഈ പ്രഹസനം എന്ന് കാണാൻ വന്നവര്. പോലീസുകാർ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. കാരണം എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചാലോ എന്ന് വിചാരിച്ച് പോലീസുകാരവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഇതിനെതിരെ പ്രതിഷേധിക്കുന്ന ആൾക്കാരും നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടിയുടെ വിവിധ സംഘടനകളുള്ള ആൾക്കാരും ചില ആൾക്കാർ ചില സ്ഥലത്ത് കൂടി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാരും കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ടി വിയിലൂടെ ഇത്രയും വലിയൊരു ജനക്കൂട്ടം അവിടെ ഉണ്ടെന്നൊരു പ്രതീതി സൃഷ്ടിക്കാൻ സാധിച്ചത്. പക്ഷെ നിങ്ങൾ കണ്ട വേറൊരു കാര്യം നിങ്ങൾ ആരും മറക്കാൻ സാധ്യതയില്ല. ഇതിന്റെ ഇടയിൽ ഒരുപാട് വിയേർഡ് ആൾക്കാരുണ്ടായിരുന്നു. ട്രാൻസ്സെക്ഷുവൽസ്, ട്രാൻസ്ജെൻഡേഴ്സ്, ആണുങ്ങൾ പെണ്ണുങ്ങളുടെ വേഷം കെട്ടി, പെണ്ണുങ്ങൾ ആണുങ്ങളുടെ വേഷം കെട്ടി, ബൈസെക്ഷുവൽസ്, പിന്നെ ഒരു പുരുഷൻ വേറൊരു പുരുഷനെ കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ഒരു കാഴ്ച, അങ്ങനെയുള്ള ഒരുപാട് വിയർഡോസ് അവിടെ ഉണ്ടായിരുന്നു. വിയേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി തുടങ്ങിയ പുതിയ പാർട്ടിയാണ്. ഞങ്ങൾ കോക്രോച്ചുകളാണല്ലോ, സ്വയം കോക്രോച്ചായിട്ട് അല്ലെങ്കിൽ സ്വയം കീടാണുവായിട്ട് കണക്കാക്കുന്ന വ്യക്തികളായതുകൊണ്ടാണോ എന്നറിയില്ല, അവരവരുടെ ഒരു ഐഡന്റിറ്റിയെ, ഞങ്ങൾക്ക് ഒരു സെൻസ് ഓഫ് ബിലോങ്ങിങ് എന്ന് പറയും, ഞങ്ങൾ ഇവിടെ അംഗമായാൽ ഞങ്ങൾക്ക് ഒരു ഐഡന്റിറ്റി കിട്ടും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണോ എന്നറിയില്ല, കുറെ പേര് അങ്ങനെ വന്ന് കൂടിയിട്ടുണ്ടായിരുന്നു. ഇവരോടൊക്കെ ചിലർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് നിങ്ങൾ ഇവിടെ വരാൻ കാരണം, എന്തിനാണ് പ്രതിഷേധിക്കുന്നത്, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ ചേർന്നത്, ഒന്നിനും ഒരു ഉത്തരവുമില്ല. പലർക്കും നീറ്റിന്റെ ഫുൾ ഫോം അറിയില്ല, പലർക്കും PSCയുടെ ഫുൾ ഫോം അറിയില്ല, എന്തിനാണ് പ്രതിഷേധിക്കുന്നത് എന്നുള്ളതും അറിയില്ല. ചുമ്മാ വന്നു എന്ന് പറയുന്ന പോലെ ഞങ്ങൾ കോക്രോച്ച് കോക്രോച്ച് എന്ന് പറയുന്നുണ്ട്. അതിന്റെ പേരും പറഞ്ഞാണ് പലരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. CJP ഡൽഹിയിലെ ജന്തർ മന്ദറിൽ വന്ന് കൂടിയതിന്റെ പ്രഥമ ഉദ്ദേശം നീറ്റ് പരീക്ഷ ലീക്കായല്ലോ. അപ്പൊ അത് പ്രതിഷേധിച്ചുകൊണ്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹം രാജിവെക്കണം. അതാണ് അവരുടെ ഡിമാൻഡ്. ഈ അഭിജിത്ത് ദീപ്കയുടെ കൂടെ കുറെ ആൾക്കാരും കൂടെ ഉണ്ട്. ചില ആൾക്കാര് തീവ്രവാദ സ്വഭാവമുള്ളവരാണ്. ടുക്ഡേ ടുക്ഡേ ഗ്യാങ് എന്ന് പറഞ്ഞ ഒരു ഗ്യാങ് ഇന്ത്യയിലുണ്ട്. ഇവര് കൂടുതലും മുസ്ലിം യുവാക്കളും ഒക്കെ ചേർന്ന് ഉണ്ടാക്കിയ ഒരു ഗ്യാങ് ആണ്. അവര് ഭാരതത്തിനെ ടുക്ഡേ ടുക്ഡേ എന്ന് പറഞ്ഞാൽ കഷ്ണം കഷ്ണമായിട്ട് വെട്ടിമുറിക്കും എന്നുള്ള ഒരു പ്രഖ്യാപനവുമായിട്ട് നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവർ JNUവിലൊക്കെ പഠിച്ചിട്ട് പിന്നെ പലയിടത്തും പോയി ഇങ്ങനെ പ്രസംഗമൊക്കെ നടത്തിയിട്ട് അവരാണ് ഈ ആസാദി ആസാദി എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നവര്. ഉമർ ഖാലിദ് എന്ന് പറഞ്ഞ ഒരു പയ്യൻ ഉണ്ട്. 2020 ഡൽഹി റയറ്റ്സ് കുറെ പേര് കൊല്ലപ്പെട്ടല്ലോ. അന്ന് ഡൽഹിയില് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് കൊല്ലപ്പെട്ട കേസില് പ്രതിയായിട്ട് തിഹാർ ജയിലിൽ കിടക്കുന്ന ഒരു പയ്യനുണ്ട്. ഉമർ ഖാലിദിനെ വെറുതെ വിടണം, പുറത്തിറക്കണം എന്ന് പറഞ്ഞതിന്റെ ഇടയ്ക്ക് ഒരു ആക്രോശം ഒരു പ്രായമായ ഒരാള് ഉണ്ടാക്കിയ ഈ ഒരു റാലിക്കെതിരെ വിളിച്ചത് എന്ന് ചോദിച്ച ഒരു പത്രപ്രവർത്തകയോട്, നിനക്കെന്താ ഉമർ ഖാലിദിനെതിരെ ഇത്ര പ്രതിഷേധം, നിന്നെ എന്തെങ്കിലും മാനഭംഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള മട്ടിൽ ചോദിച്ചതും വലിയ വിവാദമായത് നമ്മൾ കണ്ടു. CJPയുടെ രണ്ടാമൻ സൗരവ് ദാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അവന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് ഉമർ ഖാലിദ്. അവനും ഉമർ ഖാലിദും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ട്വീറ്റും ഭയങ്കരമായിട്ട് ആരാധനയാണ് ഇയാളെ എന്ന് പറയുന്ന ഒരു പോസ്റ്റും ഒക്കെ കണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള ഒരു മറയാണോ എന്നും കൂടെ സംശയിക്കണം. ഇവർക്ക് പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് കിട്ടുന്നുണ്ടോ, അതുമൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും എന്ന് തോന്നുന്നുണ്ട്. എന്തായാലും വിചിത്രമായിട്ടുള്ളൊരു കാര്യം, അവർ പാർട്ടി രൂപീകരിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് 4 കാര്യങ്ങളാണ് മാനിഫെസ്റ്റോയിൽ നടത്തണം എന്ന് പറയുന്നത്. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും ഒക്കെ ജോലി ചെയ്ത് വിരമിക്കുന്ന ജഡ്ജിമാര് പോസ്റ്റ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഒന്നും എടുക്കാൻ പാടില്ല. പ്രത്യേകിച്ച് രാജ്യസഭയിൽ അംഗമായിട്ടോ രാഷ്ട്രീയത്തിൽ കയറാനോ ഒന്നും പാടില്ല. രണ്ടാമത്തെ കാര്യം, അവര് 50% സ്ത്രീകളുടെ സംവരണം പറയുന്നുണ്ട്. അതെന്തായാലും കൊള്ളാം, അത് കുഴപ്പമില്ല. പക്ഷെ അത് അവര് പറയാതെ തന്നെ അത് നടപ്പിലാക്കും. 33% സംവരണം ഇപ്പോ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരും കൂടെ ചേർന്ന് ഒന്ന് കോൺഗ്രസിനോടൊക്കെ പറഞ്ഞ് അത് പാസ്സാക്കി കൊടുത്തു കഴിഞ്ഞാൽ അത് നല്ലതായിരിക്കും. വാസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. സർക്കാരിനെ സപ്പോർട്ട് ചെയ്ത് നടത്തുന്ന ചില മീഡിയ ഹൗസസ് ഉണ്ട്. അതിനെ ഗോദി മീഡിയ എന്ന കളിയാക്കി വിളിക്കും. മോഡിജിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന മീഡിയ ഹൗസസ് ആണ് ഗോദി മീഡിയ എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള മീഡിയാസിന്റെ ചുക്കാൻ പിടിക്കുന്നത് അംബാനി അദാനി പോലെയുള്ള വലിയ വലിയ മില്യണേഴ്സ് ആണ് എന്ന് ചിലർ പറയുന്നുണ്ട്. അതിവിടെ ഇവര് ഒരു മാനിഫെസ്റ്റോയില് ഐറ്റമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഗോദി മീഡിയയെ തകർക്കുക,
അംബാനിയുടെയും അദാനിയുടെയും മീഡിയ ലൈസൻസ് റദ്ദാക്കുക, മീഡിയ ഹൗസസ് സ്വതന്ത്രമാക്കുക എന്നൊക്കെ പറഞ്ഞാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം അവർ പറയുന്നത് ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടിയിൽ നിന്ന് മാറി വേറൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലേക്ക് പോകുന്ന ആൾക്കാർക്ക് 20 വർഷത്തെ ബാന് രാഷ്ട്രീയത്തിൽ നിന്നും ഏർപ്പെടുത്തണമെന്ന്. അത് ഉദ്ദേശിച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു രാഘവ് ചദ്ദ എന്ന് പറയുന്ന ഒരു വളരെ മിടുക്കനായിട്ടുള്ള ഒരു യുവാവ് ആപ്പിൽ നിന്ന് BJP-യിലേക്ക് ചേർന്നു. അദ്ദേഹത്തിന് വളരെയധികം പിന്തുണ പലരും കൊടുത്ത് അതിന്റെ പുറകെ വളരെയധികം ആൾക്കാർ ആപ്പിൽ നിന്ന് ഒരു കൂട്ടമായിട്ട് വന്ന് BJP-യിൽ ചേർന്നിട്ടുണ്ട്. കേരളത്തിലും നടന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു ഡിഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനുള്ള ഒരു കാര്യമാണെന്ന് തോന്നുന്നു അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു 4 കാര്യങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഭാവിയിൽ അവർ ചിലപ്പോൾ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് രജിസ്റ്റർ ചെയ്യുമായിരിക്കും. ഇലക്ഷൻ സിമ്പിൾ ആയിട്ട് പാറ്റയുടെ അതും വെച്ചുകൊണ്ട് ചിലപ്പോൾ CJP പാർട്ടി ഒരു പാർട്ടിയായിട്ട് രൂപീകരിച്ചേക്കാം. ഇവരുടെയൊക്കെ ഉദ്ദേശം എന്ന് പറയുന്നത് നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ ജെൻസി ആണ് സർക്കാരിനെ അട്ടിമറിച്ചത്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയിലും ഇതുപോലെ സർക്കാരിനെ അട്ടിമറിക്കാനായിട്ട് ഞങ്ങള് മുന്നിട്ടിറങ്ങും എന്ന് ഉള്ള ഒരു ആശയത്തിന്റെ പുറത്ത് ചെയ്യുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ ഒരു പ്രയാസവും ഇല്ല. അതിന് എത്ര ബുദ്ധിയുള്ള ജെൻസി പിള്ളേർ കൂടെ നിൽക്കും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഇപ്പൊ ഇവരോടൊപ്പം ചേർന്നിരിക്കുന്ന ആൾക്കാര് വിവിധ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവരുണ്ട്, വിവിധ സാമൂഹ്യ മേഖലകളിലുള്ളവരുണ്ട്. സോനം വാങ്ചുക് എന്ന് പറയുന്ന ഒരാള് അറിയാമല്ലോ, പരിസ്ഥിതി പ്രവർത്തകനാണ്. കുറച്ചധികം പ്രശ്നങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഇതിന്റെ കൂട്ടത്തിൽ ചേർന്നിട്ടുണ്ട്. മഹുവ മൊയ്ത്ര എന്ന് പറഞ്ഞ തൃണമൂൽ കോൺഗ്രസിന്റെ ആള് ചേർന്നിട്ടുണ്ട്. അഖിലേഷ് യാദവ് SP-യിലെ ആള് ചേർന്നിട്ടുണ്ട്. അതുപോലെ പല പല ആൾക്കാര് രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിയുമായിട്ട് ഇങ്ങനെ കോക്രോച്ചിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്ന് ഇനി കോക്രോച്ച് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാകുമോ എന്ന് കണ്ടറിയണം. ഒരു പാർട്ടി തുടങ്ങിയിട്ട് ഒരു വൃത്തികേടിനും ഒരു പെസ്റ്റിനും അധിക നാള് നമ്മുടെ സമൂഹത്തില് നിലനിൽപ്പില്ല. ഭാരതത്തിനെ തകർക്കാൻ വേണ്ടി ലക്ഷ്യമിട്ട് നോക്കിയിരിക്കുന്ന ചില ആൾക്കാര് ഉണ്ടാക്കിയെടുത്ത ചില അവര് പൈസ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്ന ചില സംഘടനകളാണ് എന്ന് കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. അതോടുകൂടി ഇതിന്റെ ആയുസ് തീരുകയും ചെയ്യും. സസ്നേഹം, ശ്രീലേഖ.